ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ കടുത്ത നീക്കങ്ങൾക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ആദ്യത്തെ നീക്കം. കാരണം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന് മാത്രമല്ല, പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കമുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നത്. ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നതുമുണ്ട്. അതായത് അന്വേഷണ സംഘത്തിൻ്റെ ഇനിയുള്ള നീക്കം അങ്ങേയറ്റം നിർണായകമാണ്. ഇതിൻ്റെ ആദ്യപടിയായി ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ പരിശോധനയുണ്ടാവും. ആ പരിശോധനയിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങളിലേക്ക് കടക്കാമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത നീക്കം കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ്. കാരണം ഈ 13-ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങി ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിലെത്തി പ്രധാനപ്പെട്ട ചില കണ്ടെത്തൽ കൂടി നടത്താനാണ് നീക്കം. ഇതുവരെ കണ്ടതൊന്നുമല്ല ചിത്രം, അതിനും വ്യാപ്തിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന സൂചന കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠര് രാജീവരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലടക്കം അന്വേഷണം വേണ്ടിവരും എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നീക്കം എന്താണ്, ഇതിൽ എന്തൊക്കെ തുടർ നീക്കങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും അതിസുപ്രധാനമായ നീക്കമാണ്. ചൊവ്വാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ വരുന്നത് കോടതിക്ക് മുന്നിൽ. അതിനു മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിലടക്കം അന്വേഷണം വേണം. തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും ആചാരലംഘനം അടക്കമുള്ള വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, തന്ത്രിക്കെതിരായ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, എന്തൊക്കെ കണ്ടെത്തലുകളിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. അതായത് തന്ത്രിക്കെതിരായ കണ്ടെത്തലുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായും വരുന്നത്, ഒന്ന് നോക്കൂ, കട്ടിളപ്പാളി കടത്തിക്കൊണ്ട് പോവാൻ വലിയ തരത്തിൽ മൗനാനുവാദം നൽകിയെന്ന ഒരു വലിയ ആരോപണമുണ്ട്. കണ്ടെത്തലുകളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പ്രതികൾക്കൊപ്പം തന്ത്രിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന കണ്ടെത്തലുണ്ട്. അനുമതിയില്ലാതെ പാളി കൊണ്ടുപോകുന്നതിൽ വീഴ്ചയുണ്ടാക്കി. തന്ത്രിയുടെ വീഴ്ച ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കി. തന്ത്രി പോറ്റി സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ വിഷയങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ഈ പാളി കൊണ്ടുപോയ സമയത്തും പിന്നീട് തിരികെ സ്ഥാപിക്കുമ്പോഴും കണ്ഠര് രാജീവർ സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വാദം അദ്ദേഹം ഉന്നയിച്ചു. പക്ഷേ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അനുമതി നൽകിയത് തന്നെ ആചാര ലംഘനമാണ്. ഇതുവഴി ദേവസ്വം ബോർഡുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം മറ്റൊരു വശത്ത് നിൽക്കുന്നു. കട്ടിളപ്പാളി ഇളക്കുന്ന സമയത്തും തിരികെ സ്ഥാപിക്കുമ്പോഴും തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം നടത്തിക്കൊണ്ടുപോയി എന്നതാണ്. നോക്കുക, നമുക്ക് തന്ത്രിക്കെതിരായ കണ്ടെത്തലുകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, കട്ടിളപ്പാളി കടത്തിക്കൊണ്ടുപോവാൻ മൗനാനുവാദം നൽകി. 2, പ്രതികൾക്കൊപ്പം തന്ത്രിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി. അനുമതിയില്ലാതെ പാളി കൊണ്ടുപോകുന്നത് അധികൃതരെ അറിയിച്ചില്ല. തന്ത്രിയുടെ വീഴ്ച ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കി. തന്ത്രി പോറ്റി സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ അന്വേഷണം വേണം. കട്ടിളപ്പാളി കൊടുത്തുവിടാൻ അനുമതി നൽകിയത് ആചാരലംഘനമാണ്. ഇത് കൊടുത്തുവിടുന്ന സമയത്താവട്ടെ തന്ത്രി അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്ന കണ്ടെത്തലുകൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ്. നോക്കാം. തന്ത്രിക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം, ഒന്ന്, അദ്ദേഹം ഈ കട്ടിളപ്പാളി കേസിൽ 13-ാം പ്രതിയാണ് തന്ത്രി എന്ന പ്രത്യേകതയുണ്ട്. കട്ടിളപ്പാളി കേസ് അദ്ദേഹം 13-ാം പ്രതിയാണ്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അദ്ദേഹത്തിനെതിരെ. അടുത്തത് വിശ്വാസവഞ്ചന, ഒപ്പം വ്യാജരേഖ ചമയ്ക്കൽ, ഇത് മറ്റൊരു കുറ്റമാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത്. പൊതുസ്വത്ത് അപഹരണവും ദുരുപയോഗവും രാജീവർക്കെതിരായ കുറ്റമാണ്. അങ്ങനെ കൃത്യമായ നീക്കമാണിപ്പോൾ ഇതുവരെ അന്വേഷണ സംഘം ഉണ്ടായിരിക്കുന്നത്. അതായത് പൊതുവിൽ തന്ത്രി ഇടപെടലുകളിൽ ആദ്യം കണ്ടെത്താൻ കഴിയാത്ത വലിയ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് SIT എത്തി എന്നതാണ്. ഇതിനിടയിൽ വിമർശന വിധേയമായി ഉയർന്നു വന്ന ഒരു കാര്യം, തന്ത്രിക്കെതിരെ ആദ്യം കോടതിയിൽ കൊടുത്ത, അതായത് A. പത്മകുമാറിൻ്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് SIT കോടതിയിൽ പരാമർശിച്ച ചില കാര്യങ്ങളും ഇപ്പോൾ കണ്ഠര് രാജീവർക്കെതിരെ നടത്തിയ ചില കണ്ടെത്തലുകളും തമ്മിൽ കോൺട്രഡിക്ടറി ആണ്. അത് തമ്മിൽ ചേർന്ന് പോകുന്നതല്ല എന്ന ചില ആക്ഷേപം കൂടിയുണ്ട്. എന്തായാലും അത് കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ വസ്തുതയിലേക്ക് എത്താനാവുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ SIT കടക്കുന്നത് ഒരു കടുത്ത നീക്കത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇനി ആര് എന്ന ചോദ്യമൊക്കെ പ്രധാനമായും ഉയർന്നു വരികയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ നീക്കം. ഇനി അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങളടക്കം പ്രസക്തമാണ്. ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ് ഡാൻ. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുക എന്നാണ് ആദ്യ വഴി. അതിനു മുമ്പ് ഈ താഴമൺ മഠത്തിലടക്കം പരിശോധന നടത്തുക എന്ന മറ്റു നീക്കങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഈ തുടർ നീക്കങ്ങൾ?
ഫോണടക്കം വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി കൈപ്പറ്റിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ തട്ടിപ്പ് നടക്കുന്ന 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മാത്രവുമല്ല 2004 മുതൽ 2008 വരെ ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി, പരികർമ്മിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ജോലി നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി, അതായത് തന്ത്രി കണ്ഠരര് രാജീവരുടെ കൂടി അനുമതിയോടെയായിരുന്നു. അത്തരത്തിൽ അന്ന് മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഏതാണ്ട് ഒരു 15-20 വർഷത്തിനകത്തെ ബന്ധം ഇരുവരും തമ്മിലുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്ന സമയത്തും കട്ടിളപ്പാളികൾ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകുന്ന സമയത്തുമൊക്കെ തന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് സന്നിധാനത്ത് നിന്ന് ഇത്തരം പാളികൾ അഴിച്ചുകൊണ്ട് പോകുന്നത് ആചാര ലംഘനമാണെങ്കിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് അത് തടയാനുള്ള നടപടി സ്വീകരിച്ചില്ല? ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചില്ല? ഇതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായി തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ SIT മുമ്പോട്ട് വെക്കുന്നത്. ദേവന്റെ അനുജ്ഞ നേടിയില്ലായിരുന്നെന്നും അതോടൊപ്പം തന്നെ ഈ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നതെന്നുമൊക്കെ വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഇതുവരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പരാമർശങ്ങളിലും ഇല്ല. പക്ഷേ മൗനാനുവാദം നൽകിയതിന് പിന്നിലെ ചേതോവികാരം എന്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് ഇവർ തമ്മിൽ നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ളൊരു പരിശോധനയിലേക്ക് SIT കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും താഴവൻ മഠത്തിലടക്കം വിശദമായ പരിശോധന നടക്കുക. ജാമ്യത്തെ എതിർത്തുകൊണ്ട് കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടല്ല, രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുമായി വളരെ ബന്ധമുള്ളയാളാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തിൻ്റെ തുടർ നീക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ A. പത്മകുമാറിനെയും തന്ത്രി കണ്ഠരര് രാജീവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു, തന്ത്രിക്ക് ഇതിലുള്ള പങ്ക് എത്രത്തോളമാണ്, ഇതിന് തന്ത്രി ഇങ്ങനെ ഒരു മൗനാനുവാദം നൽകിയതിന് തന്ത്രിക്ക് ലഭിച്ച പ്രതിഫലം എന്താണ്, അതിനെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നും റിമാൻഡ് റിപ്പോർട്ടിലില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ കണ്ടെത്തലുകളിലേക്ക് SITക്ക് കടക്കേണ്ടതുണ്ട്. മാത്രവുമല്ല മറുവശത്ത് EDയുടെ സാന്നിധ്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ED തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയോ വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ SIT അത് തുടർന്ന് നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാകും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്വേഗമേറുകയാണ്. എന്തായാലും തന്ത്രിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസമായിരിക്കും SIT കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഡാൻ തുടരുക. വളരെ പ്രധാനപ്പെട്ട നീക്കമാണത്. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കം, അതിൻ്റെ വ്യാപ്തി, ഇനി ആര് എന്ന പരിശോധന കൂടി നമുക്ക് വേണം. ഡാൻ ഒന്ന് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.